വയനാട് അമരക്കുനിയിലെ കടുവയെ പിടിക്കുന്നതിൽ സർക്കാർ വീഴ്ച ആരോപിച്ചാണ് തർക്കം. ജനകീയ സമിതി നേതാക്കളും കർഷക കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് തർക്കമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കർഷക കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതോടെയാണ് തർക്കമുണ്ടായത്. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വെറ്റിനറി ഡോക്ടർ നിശ്ചയിക്കുന്ന തുക നാളെ തന്നെ കൈമാറും എന്ന് DFO അറിയിച്ചു. അനൽക സെയ്ദ് ചേരുന്നു വിവരങ്ങളുമായി. അനൽക, ഈ കടുവയെ പിടികൂടുന്നതിനിടെ ഇപ്പോൾ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ട് അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് ഇവിടെ അല്പനേരം മുമ്പാണ് ജനകീയ സമിതി നേതാക്കളും അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ചെറിയൊരു വാക്തർക്കമുണ്ടായത്. അതായത് കർഷക കോൺഗ്രസ് നേതാക്കൾ ഇന്ന് പുലർച്ചെ, അതായത് അമരക്കുനിയിലെ ഈ ഊട്ടിക്കവല ഭാഗത്ത് ഒരു ആടിനെ കൊന്നിരുന്നു. അപ്പം ആ വീട്ടിലെ ആൾക്കാരെ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഈ കർഷക കോൺഗ്രസ് നേതാക്കൾ സന്ദർശിക്കുന്ന സമയത്ത് ആ ഘട്ടത്തിൽ അതിലൂടെ കടന്നു പോയിട്ടുള്ള DFO അജിത് കെ രാമൻ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഘർഷം രൂപപ്പെട്ടത്. ഉടനെ തന്നെ ജനകീയ സമിതി നേതാക്കളുമായി ആ ഘട്ടത്തിൽ ചെറിയ സംഘർഷമുണ്ടെങ്കിൽ പിന്നീട് അത് പോലീസ് എത്തി പരിഹരിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കർഷക കോൺഗ്രസിന്റെ നേതാക്കൾ ആ സമയത്ത് വനം വകുപ്പ് മന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ വനം വകുപ്പിനെതിരെയും ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. അതായത് പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്നതിൽ, അതായത് രാത്രിയിലെ ലൊക്കേറ്റ് ചെയ്യുന്നത് പകൽ സമയത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ കടുവയെ മയക്കുവെടി വെക്കാൻ ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുള്ള ഷൂട്ടർമാർ തയ്യാറാവണമെന്നൊരു കാര്യമാണ് കർഷക കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കർഷക കോൺഗ്രസിൻ്റെ നേതാക്കൾ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമാണ് ജനകീയ സമിതിയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അങ്ങനെയാണ് ഈ സംഘർഷം തുടങ്ങുന്നത്. ഉടനെ തന്നെ പോലീസ് ഈ രംഗം പരിഹരിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ ആ ആശങ്കയ്ക്കും വിരാമമായിട്ടുണ്ട്. അതായത് നാളെ തന്നെ വെറ്റിനറി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഈ നഷ്ടപരിഹാരം നൽകുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള കാലതാമസം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അമരക്കുനി ഊട്ടിക്കവല ഭാഗത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം 500 മീറ്റർ മാറിയിട്ടാണ് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നത്. വനം വകുപ്പും RRT ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏകദേശം നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം 500 മീറ്റർ മാറിയിട്ടാണ് ഇത്തരത്തിൽ ഒരു തിരച്ചിൽ നടക്കുന്നത്. ഏതായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിളവെടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ പേടിപ്പെടുത്തുന്നുണ്ട്. ക്ഷീര കർഷകരാണ് ഇവിടെ കൂടുതലുള്ളത്. പശു, ആടിനെയൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ നാണ്യവിളകൾ കൂടുതലായി കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരം വിളവെടുക്കുന്ന സമയമായതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്ത് രാത്രി നിരീക്ഷിച്ച് കടുവയെ മയക്കുവെടി വെക്കണം എന്നൊരു കാര്യം ഈ ഇവിടുത്തെ ജനകീയ സമിതി നേതാക്കളും ജനങ്ങളും വനം വകുപ്പിനോട് നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള മറ്റു പ്രതിഷേധ പരിപാടികളും കൂടെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ. വയനാട്ടിൽ നിന്നും അനൽക സെയ്ദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.